ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്രഷസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതും പണ്ട് വാങ്ങിച്ചിരുന്നതും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലർ വീഡിയോസിൽ കാണുന്ന സമയത്ത് ഇത് ഏത് ബ്രഷാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ബ്രഷസ് ഉള്ള പോലെ തോന്നും, പക്ഷേ ഒരുപാടൊന്നുമില്ല. മാത്രമല്ല ഇതിൽ ഉള്ളതിൽ പകുതിയും ഉപയോഗിക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രഷസ് ഉണ്ടെങ്കിലേ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ എടുത്ത് പിടിച്ചിരിക്കുന്നതിൽ ഒരു 3-4 ബ്രഷ് ഞാനിപ്പോൾ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രഷസാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴയത് ആ 4 ബ്രഷസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും പഴയതെന്ന് പറയാവുന്നത് ഈ ഒരു റെഡ് കളറിലെ ബ്രഷില്ലേ, അതായിരിക്കും. അതായത് ഈ അറ്റത്ത് കാണുന്ന കുറച്ചധികം ബ്രിസിൽസ് ഉള്ള ആ ഒരു റെഡ് ബ്രഷ്, അതാണ് എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രഷ് ആണ്. ഞാനൊരു 10th പഠിക്കുന്ന സമയത്തും ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതിനു മുന്നേ വേറെ ഏതൊക്കെയോ ബ്രഷ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഇപ്പോൾ ഉള്ളതിൽ ഇതായിരിക്കും ഏറ്റവും പഴയ ബ്രഷ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഹെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ് കേട്ടോ. കുറച്ചുകൂടി വില കുറച്ച് കിട്ടുന്നത് പലപ്പോഴും സിന്തറ്റിക് ഹെയറിൻ്റെ ബ്രഷ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നാച്ചുറൽ ഹെയറിൻ്റെ ബ്രഷ് നമ്മൾ ആമസോണിലായിരുന്നാലും ശരി, അല്ലാണ്ട് നമ്മൾ എവിടെ ഷോപ്പിൽ പോയി നോക്കിയിരുന്നാലും ശരി, നല്ല വിലയാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇത്തരം ബ്രഷസ് വരുന്നതും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല കടകളിലൊക്കെ ഉണ്ടാവും ആർട്ടിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷസ്. അപ്പോൾ നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നാച്ചുറൽ ഹെയറിൻ്റെ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ കളർ ചെയ്യാനുള്ള ഒരു ബ്രഷാണിപ്പോൾ ഇത്. ഇതിൽ ബ്രാൻഡ് നെയിം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു പോയിൻറ്റിങ് ബ്രഷില്ലേ, ഇതും കുറേ പഴയ ബ്രഷാണ് കേട്ടോ. ഈ 2 ബ്രഷസാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അത്യാവശ്യം കുറേ പെയിൻറ്റിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ കളറായിരുന്നു അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അക്രിലിക് ചെയ്യുന്ന മെത്തേഡിലാണ് അന്ന് ഞാൻ വാട്ടർ കളർ ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ കാര്യമൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ 2 ബ്രഷസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുറേ വരയ്ക്കാനായിട്ട്. പിന്നെ ഈ വലിയ ബ്രഷ് കൊണ്ട് പിന്നീട് ഞാൻ എപ്പോഴോ അക്രിലിക് പെയിൻറ്റ് ചെയ്ത സമയത്ത് അത് നന്നായിട്ട് കഴുകാതെ വെച്ചത് ാണോ എന്തോന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ ബ്രിസിൽസൊക്കെ കേടായി. ഇപ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് എല്ലാം കൂടി ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഫൈൻ ബ്രഷ് ആയിരുന്നാലും ശരി, അതിൽ വെള്ളം ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഹെയർസ് എല്ലാം പോയി തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്തോ കളയാൻ തോന്നാത്തത് കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ള ബ്രഷസ് ഇത് 2 ആണ്. ഇത് രണ്ടും കുറച്ച് പഴയ ബ്രഷ് തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ റെഡ് ബ്രഷസ് കഴിഞ്ഞിട്ടാണ് ഇത് 2 ഒരുമിച്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ 2 ബ്രഷസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ആ സമയത്ത് ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും നല്ല ക്വാളിറ്റിയുള്ള ബ്രഷസാണ് കേട്ടോ. ഈ ബ്രഷസും നാച്ചുറൽ ഹെയർ കൊണ്ട് തന്നെ ഉള്ളതാണ്. നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫൈൻ ബ്രഷ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. വേറെ ഫൈൻ ബ്രഷ് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത് ഏതാണ്ട് ഹെയറൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയതൊരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതുകൊണ്ട് നന്നായിട്ട് ഫൈൻ ലൈൻസ് ഒക്കെ വരക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ബ്രഷ് തന്നെയാണ്. ഈ വലിയ ബ്രഷ് ആയിരുന്നാലും അതിൻ്റെ ആ ഒരു ഹെയർസ് ഒന്നും വലിയ കാര്യമായിട്ട് ഡാമേജ് ആയിട്ടില്ല. ഞാൻ അത്ര വലിയ സൂക്ഷിച്ചൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ട് കെയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുമായിരുന്നു ഈ ബ്രഷസൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇത്രയൊക്കെ അത് ലാസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്രഷസ് തന്നെയായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഇതാണ് പഴയ ബ്രഷസ്. ഇനി നമുക്ക് കുറച്ച് പുതിയ ബ്രഷസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ നാളുകൾ ഈ ബ്രഷസ് മാത്രം കൊണ്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വാങ്ങിച്ച ഒരു വലിയ ബ്രഷാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ വലിയ പെയിൻറ്റിങ്സ് ചെയ്യുന്ന സമയത്ത്, അതായത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിലുള്ള പെയിൻറ്റിങ്സ്, ക്യാൻവാസിലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ക്യാൻവാസിലല്ല, വലിയ ഒരു സൈസിലുള്ള പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം ബ്രഷസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ഫസ്റ്റ് വാഷ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാത്രമല്ല, ഇതുപോലുള്ള ഫ്ലാറ്റ് ബ്രഷസ് ഉപയോഗിച്ച് ഫസ്റ്റ് വാഷ് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം അടിക്കുന്ന ലെയറില്ലേ, ആ ലെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച്, എസ്പെഷ്യലി ആകാശമോ അങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഏരിയാസ് കൊടുക്കുന്ന സമയത്ത് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് നീറ്റായിട്ട് കിട്ടും. ബ്രഷിൻ്റെ സ്ട്രോക്ക് ഒന്നും കാണാതെ നീറ്റായിട്ട് കിട്ടും. പിന്നെ ഈ കൂടെയുള്ള ചെറിയ ബ്രഷും അതിനോടൊപ്പം വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതും ഞാൻ ഉപയോഗിച്ച് നാശമായിട്ടുണ്ട്. ഇപ്പം ഞാനത് ഉപയോഗിക്കുന്നത് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും സ്ട്രോക്സ് കൊടുക്കാനോ ടെക്സ്റ്റേഴ്സ് കൊടുക്കാനോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രിസിൽസ് കണ്ടോ, എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പോയിരിക്കുകയാണ്. അത് ഞാൻ ചൊവ്വേ നേരെ പെയിൻ്റൊന്നും കഴുകാതെ വെച്ചിട്ടാണ് കേട്ടോ.
അക്രിലിക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പെയിൻറ്റ് നമ്മൾ നല്ല നീറ്റായിട്ട് 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്രഷ് ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ പഴയ ബ്രഷുകളാണത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ചില ബ്രഷസാണ് കേട്ടോ. ഇതിൽ 5 എണ്ണം, ഏതാണ്ട് ഒരു 5 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ആ നീണ്ട ബ്രിസിൽസുള്ള, അതായത് ആ ഒരു നീട്ടമുള്ള ടിപ്പുള്ള ബ്രഷില്ലേ, അതൊഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം 5 എണ്ണവും ഒരുമിച്ച് വാങ്ങിച്ചതാണ്. ഫേബർ കാസലിൻ്റെ ബ്രഷാണത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷേ ഇത് സിന്തറ്റിക് ഹെയർ ആണ്, നാച്ചുറൽ ഹെയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ കളറിന് അത്രത്തോളം ആപ്റ്റൊന്നും അല്ല. പക്ഷേ അക്രിലിക് ചെയ്യാനായിട്ട് നല്ല ബ്രഷസാണ്. ഈ ഒരു ബ്രഷിൻ്റെ ആ ഒരു വുഡൻ പാർട്ട് കുറച്ചൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്. അതിൻ്റെ പെയിൻ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അത് പിന്നെ ഞാനൊരു പക്ഷേ റഫ് യൂസ് ചെയ്യുന്നതും കൊണ്ട് കൂടിയാണ്, അല്ലാണ്ട് അതിൻ്റെ ക്വാളിറ്റിയുടെ ഇഷ്യൂ മാത്രമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്ഥിരം ഉപയോഗിക്കുന്ന ചില ബ്രഷസ്. അതിൽ ആ നീട്ടമുള്ള ടിപ്പുള്ള ബ്രഷ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. റെയറായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് ചിലപ്പോൾ മോൻ വന്ന് പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവന് കൊടുക്കാനൊക്കെയാണ് ആ ഒരു നീണ്ട ബ്രഷ് മിക്കവാറും ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഈ കയ്യിലിരിക്കുന്ന ഈ ബ്രഷില്ലേ, ഇതിൻ്റെ ബ്രിസിൽസ് നല്ല ഇങ്ങനെ വിടർന്നിരിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രസ് ചെയ്ത് വിടർത്തിയെടുത്തതാണ് കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ ചില ഏരിയാസൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ബ്ലെൻഡിങ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതല്ലാതെ ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്താലും നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഇതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബ്രഷസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് കൂട്ടത്തിൽ പുതിയതുപോലെ തോന്നുന്ന ഈ ബ്രഷസാണ്. ഇത് കൂട്ടത്തിൽ പുതിയതുപോലെ തോന്നുന്നതല്ല, ശരിക്കും പുതിയത് തന്നെയാണ്. ഈ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പുതിയത് ഈ ബ്രഷസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പല കളർ ബ്രഷസ് ഇതുപോലെ ആമസോണിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ക്വാളിറ്റി വൈസ് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. താഴെയുള്ള ആ ഒരു പാർട്ടില്ലേ, അത് വുഡല്ല, പകരം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിൽ 1-2 ബ്രഷ് ഞാൻ ഉപയോഗിച്ച സമയത്ത് കുറച്ച് ഊരിപ്പോരുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷേ അതിൻ്റെ ബ്രിസിൽസ് അത്യാവശ്യം നല്ല എന്താ പറയുക, സോഫ്റ്റാണ്. വാട്ടർ കളർ ചെയ്യാനായിട്ട് നമുക്ക് നല്ലതാണ്. വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ലീഫ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റലൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് റൗണ്ട് ടിപ്പ് ബ്രഷ് ആണല്ലോ. അപ്പോൾ റൗണ്ട് ടിപ്പ് ബ്രഷാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ ഈ 3-4 ബ്രഷ് ഞാൻ വലിയ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പുതിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റ് 4 ബ്രഷ്, 4 അല്ല 5 ബ്രഷോളം ഉപയോഗിച്ചതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചതിൻ്റെ ലക്ഷണം അതിൽ കാണാനും ഉണ്ട്. മിക്കവാറും നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന കുഞ്ഞ് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ആ കുഞ്ഞ് ബ്രഷുകളൊക്കെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഫേബർ കാസലിൻ്റെ ഒന്നുമല്ല, വേറെ ഏതോ ഒരു കമ്പനിയുടെ ആണ്. ഇതിലും ചില ബ്രഷുകൾ ഞാൻ വെട്ടി എന്താ പറയുക, എൻ്റെ ടിപ്പൊക്കെ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചില പെയിൻറ്റിങ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പാവുന്ന രീതിയിൽ ചില ബ്രഷ് മാത്രം, ചിലതല്ല, അതിൽ ഒരെണ്ണം, ഒരു ബ്ലൂ കളറിലെ ബ്രഷില്ലേ, അപ്പോൾ ടിപ്പ് ബ്ലൂ കളറിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്ന ആ ബ്രഷ്. അപ്പോൾ അതാണ് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. വെട്ടിക്കളഞ്ഞത് കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് പെയിൻറ്റിങ്സിൽ നമുക്ക് ചില ഏരിയാസ് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ആ വെട്ടിയ ബ്രഷ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞൻ ബ്രഷുകൾ. ഇതും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷുകളൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അക്രിലിക് ചെയ്യാനും വാട്ടർ കളർ ചെയ്യാനും സെപ്പറേറ്റ് ബ്രഷസാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിതിൽ ചില ബ്രഷസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അടുത്ത സെറ്റ് ഓഫ് ബ്രഷസ് ഇതാണ്. ഇതും ഒരുപാട് പഴയ ബ്രഷസൊന്നും അല്ല, കൂട്ടത്തിൽ പുതിയതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആദ്യം കാണിച്ച, ഇതിന് മുന്നേ കാണിച്ച ആ സെറ്റില്ലേ, അതിന് മുന്നേ വാങ്ങിച്ച ബ്രഷിൻ്റെ സെറ്റ് ഇതായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രഷ് സെറ്റാണ് കേട്ടോ. കാരണം ഇതിൽ പല തരത്തിലുള്ള പലതരത്തിലുള്ള ബ്രഷസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് പലതരത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ബ്രഷ്. മിക്കവാറും 1-2 ബ്രഷൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടും ഉണ്ടാവും. പിന്നെ ആ ഫാൻ ബ്രഷൊക്കെ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ബ്രഷാണ്. കാരണം അത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മരങ്ങളുടെ ചില്ലകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫാൻ ബ്രഷ് ഉണ്ടാകുമ്പോൾ ഈസിയാണ്, ഒരുപാട് സമയമൊന്നും നമുക്ക് പോകില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റൗണ്ട് ടിപ്പുള്ള ബ്രഷും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അക്രിലിക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടെക്സ്ചർ കിട്ടാനായിട്ട് ആ ബ്രഷസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കയ്യിലിരിക്കുന്ന കുറച്ച് ബ്രഷസ് അധികം ഉപയോഗിക്കാത്തതാണ്, എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വലിയ കമ്പനിയുടെ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും ആ കൊടുക്കുന്ന വിലയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി അതിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാൻ ബ്രഷ് ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും ഞാൻ മരത്തിൻ്റെ ചില്ലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫാൻ ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില ടെക്സ്റ്റേഴ്സ് കൊടുക്കാനും ഫാൻ ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സൈഡ് ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ടിപ്പുള്ള ബ്രഷ്, ആംഗിൾ ബ്രഷ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ബ്രഷസ് ഉണ്ട്, അതും നല്ലതാണ്.
ഇതിൻ്റെയും ഒക്കെ പല സൈസിലുള്ള ബ്രഷസ് ഉണ്ടായിരുന്നു ഈ ഒരൊറ്റ പാക്കേജിൽ തന്നെ. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ബ്രഷസ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഫ്ലാറ്റ് ബ്രഷിന് പകരം ആംഗിൾ ബ്രഷും ചില സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും ആംഗിൾ ബ്രഷും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സെറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം സിന്തറ്റിക് ഹെയർ കൊണ്ടുള്ള ബ്രഷാണ് കേട്ടോ. ആദ്യം കാണിച്ച ആ ഒരു 4 ബ്രഷ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം എൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നെ സിന്തറ്റിക് ഹെയർ കൊണ്ടുള്ള ബ്രഷാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് സിന്തറ്റിക് ബ്രഷ് തന്നെയാണ്. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഒരുപാട് വിലയുള്ള സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ആർട്ടിൽ എക്സലൻ്റ് ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നമ്മൾ ബെസ്റ്റായി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ടൂൾസിൽ നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബിഗിനർ സ്റ്റേജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാൻ കേട്ടോ, നിങ്ങൾ ഒരുപാട് വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ച് തുടങ്ങുക. എന്നിട്ട് പതിയെ നിങ്ങളുടെ ആ ഒരു ആർട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ ടൂൾസിൻ്റെ ക്വാളിറ്റിയും കൂടി, അതിപ്പോൾ ബ്രഷ് ആയിരുന്നാലും ക്യാൻവാസ് ആയിരുന്നാലും അല്ലെങ്കിൽ ബുക്സ് ആയിരുന്നാലും, നിങ്ങൾ ഉപയോഗിക്കുന്ന ബുക്കോ ആർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റോ പേപ്പറോ എന്താണെന്ന് വെച്ചിരുന്നാലും അതിൻ്റെ ക്വാളിറ്റി പതിയെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾക്കതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ കൂടി തോന്നില്ല, അത് ചീത്തയായി പോവോ എന്ന് പറയുന്ന ചിന്ത കാരണം. പിന്നെ കുറച്ചും കൂടി ബെറ്ററായി വരുമ്പോഴേക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബ്രഷസ്. പിന്നെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്രയധികം ബ്രഷസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 3 ബ്രഷ് കണ്ടോ, ഈ 3 ബ്രഷ് മാത്രം മതി നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഈ 3 ബ്രഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു റൗണ്ട് ബ്രഷ്, ഒരു ഫ്ലാറ്റ് ബ്രഷ്, ഒരു പോയിൻറ്റ് ബ്രഷ്. ഇത് 3 ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇത്രയധികം ബ്രഷുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ബ്രഷസ് ഉപയോഗിച്ചിട്ട് ചില ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. ചില ടെക്നിക്സ് നമുക്ക് പഠിക്കാനായിട്ടും ചില ബ്രഷസ് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ആ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പെയിൻറ്റിങ്ങിന് കുറച്ചുകൂടി ഫിനിഷ്ഡ് ലുക്ക് കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഈ ബ്രഷസിൻ്റെ, ഒരുപാട് ബ്രഷസ് ഉണ്ടെങ്കിൽ ഉള്ള ഉപയോഗം. പക്ഷേ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അത്രയധികം ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെയിൻറ്റിങ് വീഡിയോ ചെയ്യണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്തായാലും എത്രയും വേഗം ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വേറെയും വീഡിയോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.